Good morning, all. Good morning. Good morning. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് അബി സാറാണ്. സാറ് മെന്റൽ ഹെൽത്ത് കൗൺസിലർ ആണ്. കാനഡയിൽ നിന്നാണ് സാറ് ജോയിൻ ചെയ്തിട്ടുള്ളത്. കാനഡയിലെ ഹോസ്പിറ്റലിലാണ് സാറ് വർക്ക് ചെയ്യുന്നത്. സാറിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഹായ്, ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കാമോ എന്നെ? ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് എനിക്ക് വീഡിയോ വരാൻ പറ്റാത്തത്. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. എല്ലാവരും എന്ത് പറയുന്നു? ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ് സർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇവിടെ എനിക്ക് ഗുഡ് ഈവനിങ് ആണ്. സോറി. ഓക്കെ. നമുക്ക് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കപ്പിൾ അറ്റാച്ച്മെന്റ് ചാലഞ്ചസ്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരാണ് കുറെ പ്രോബ്ലംസ് അല്ലെ, ഫാമിലി ഇഷ്യൂസ്. എന്താണ് അതിന്റെ കുറച്ച് കാരണങ്ങൾ? നമ്മൾ പല കാരണങ്ങൾ കാണും. അത് ഇന്ന് അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ കുറിച്ചാണ്. നമ്മുടെ കപ്പിൾ തെറാപ്പികളില് അല്ലെങ്കിൽ കപ്പിൾ കൗൺസിലിങ്ങിലൊക്കെ വരുമ്പോൾ അവരിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന്, അത് അറ്റാച്ച്മെന്റ് സ്റ്റൈലുമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെ കുറിച്ച് ചെറിയൊരു കാര്യങ്ങൾ പറയാനാണ്, 4 പോയിന്റ് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സെക്യൂർ അറ്റാച്ച്മെന്റ്, 2 ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്, 3 അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ്, 4 ഫിയർഫുൾ അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ്. ഇതിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ആദ്യമേ നമ്മുടെ ഇന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സമൂഹത്തില് പലവിധമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലായാലും പുറത്തായാലും ധാരാളം ഇഷ്യൂസുകളുണ്ട്. ഇപ്പൊ കൗൺസിലേഴ്സ് ഒക്കെ ആയിരിക്കുന്നവർക്ക് അറിയാം ഫാമിലി ഇഷ്യൂ ആയിട്ട് എത്രമാത്രം പ്രശ്നങ്ങളായിട്ട് കടന്നു വരുന്ന ആൾക്കാരുണ്ട് എന്ന്. അപ്പം നമ്മുടെ ഒരു ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസും അല്ലെ നമ്മൾ കണ്ടിട്ടും അല്ലെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ റിലേറ്റീവ്സിലോ ഒക്കെ ഉള്ളവരിൽ നോക്കുമ്പോൾ എന്താണ് ഈ പ്രധാനപ്പെട്ട കാരണങ്ങൾ? ഒന്ന് ചിലപ്പം പണമായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾ, ജോലി, അല്ലെങ്കിൽ ആശയവിനിമയക്കുറവ്. ഇതൊക്കെ ഒരു ഘടകങ്ങളാണ്. പക്ഷേ അതിലോടൊപ്പം തന്നെ അറ്റാച്ച്മെന്റ് പാറ്റേൺ, അതും ഈ ബന്ധങ്ങളെ പ്രശ്നങ്ങളിലേക്ക് കടത്തുവാനായിട്ട് സാധിക്കും. എന്തൊക്കെ അറ്റാച്ച്മെന്റ് പാറ്റേൺ ചലഞ്ചസ് ആണ് നമ്മൾ നേരിടുന്നതെന്നാണ് നമുക്ക് നോക്കാനിരിക്കുന്നത്. ഒന്ന്, ഇത് ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈല് ജോൺ ബൗളി എന്ന് പറഞ്ഞ ഒരു മനഃശാസ്ത്രജ്ഞനാണ് ആദ്യമേ കൊണ്ടുവന്നത്, അറ്റാച്ച്മെന്റ് തിയറി. അത് കഴിഞ്ഞ് മേരി ഹാൻസൺ ആണ് ഇതിൽ കൂടുതൽ ഡീപ്പായിട്ട് പോയതും ഇതെന്താണ് അറ്റാച്ച്മെന്റ് സ്റ്റൈല് എന്നെ കുറിച്ചും വളരെ വിശദമായി രണ്ടുപേരും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിലെല്ലാം നമ്മുടെ ഒരു കുട്ടിക്കാലത്തൊക്കെ നോക്കുമ്പോൾ അവിടെ നിന്നാണ് പലതും അറ്റാച്ച്മെന്റ് സ്റ്റൈല് തുടങ്ങുന്നത്. ഒരു കുഞ്ഞ്, ജോൺ ബൗളി പറഞ്ഞ, ഒരു കുഞ്ഞ് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും സുരക്ഷിതവും പിന്നീട് ജീവിതത്തെ എല്ലാ അടുത്ത ബന്ധങ്ങളുടെയും അടിസ്ഥാനമാണ് അല്ലെ. ഇത് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു കുട്ടിക്കാലത്ത് അല്ലെ, ഒരു കുഞ്ഞ് നമുക്ക് നോക്കാൻ നേരത്തെ ഒരു കുട്ടി ആയിരിക്കുമ്പോൾ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലേ. നമ്മുടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സെക്യൂർ അറ്റാച്ച്മെന്റ്, ആങ്ഷ്യസ്, ഇതെല്ലാം ഉണ്ടാവുന്നത് ഒരു കുട്ടിക്കാലത്ത് ഒരു കുട്ടി എങ്ങനെ നേരിടുന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഒരു കുട്ടി കരയാൻ നേരത്ത് അമ്മ അതിനെ വന്ന് സെക്യൂർ ചെയ്യുകയും അമ്മ അതിനെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു സെക്യൂർ ആയിട്ട് എന്റെ ഒരു പ്രതിസന്ധി, എന്റെ ഒരു വിഷമഘട്ടങ്ങളിൽ എനിക്ക് ആശ്രയിക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവിടെ ഉണ്ട്. അതാണ് സെക്യൂർ. ചിലപ്പോൾ അതിനെ അവഗണിക്കാൻ നേരത്ത് ആ കൈൻഡ് ഓഫ് ഫീലിങ്സ് ആണ് അതിനുണ്ടാകുന്നത്. അതായത് ഈ പറയുന്ന ആക്ച്വലി കം ഫ്രം ഏർലി ചൈൽഡ്ഹുഡ്. നമ്മുടെ ആ ഒരു ഏർലി ചൈൽഡ്ഹുഡിലാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്.
അല്ലെ? ഇപ്പൊ ഒരു അമ്മയോട് അറ്റാച്ച്മെന്റ് കാണിക്കുന്ന ഏതാ? ആ ജനനം മുതല് ഒരു 6 മാസം വരെയാണ് അമ്മ ആരാണെന്നും അമ്മയാണ് എനിക്ക് എല്ലായ്പ്പോഴും കൂടെയുള്ളത്, ഞാൻ കരയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്നത്, എന്നെ താലൂലി, ഇതെല്ലാം ഒരു ഫീലിംഗ്, ഒരു അറിവ്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നോക്കാൻ ചിലപ്പോൾ എന്ത് സംഭവിക്കാറുണ്ട്? അമ്മയല്ല, പലരും പ്രൈമറി കെയർ ഗിവർ, പലരും ആരാണോ പ്രൈമറി കെയർ ഗിവർ അവരെയാണ് കുട്ടി കൂടുതലായി അറ്റാച്ച്ഡ് ആവുന്നത്. അല്ലെ? ഇപ്പൊ അവിടെ ബ്രേക്ക് ഒക്കെ സംഭവിക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന ആ പോയിന്റുകളിലേക്ക് കടന്നു വരുന്നത്. ഇപ്പൊ ചിലത് ഒരു വയസ്സാവുന്നതിന് മുമ്പ് 2 മാസം ആവുന്നതിന് 2 മാസം വരെ അമ്മയുണ്ടാവും, അത് കഴിഞ്ഞ് ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും അല്ലെങ്കിൽ റിലേറ്റീവ് ആയും ടേക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു അറ്റാച്ച്മെന്റ് ബ്രേക്ക് ആവുക, കുട്ടി കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഒരു 6 മാസം, ജനനം മുതൽ 6 മാസം വരെയാണ് കുട്ടി കൂടുതലായി അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്ന ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് കാര്യം. അതിന് മുമ്പൊക്കെ ബ്രേക്ക് ആകുമ്പോൾ കുട്ടി തന്നെ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ 2 രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും അവിടെ നടക്കുന്നത്. അതെല്ലാം ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈലില് ബാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് ഈ അറ്റാച്ച്മെന്റ് എന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ വൈകാരികമായി സുരക്ഷിതമായ ഒരു ബന്ധം, അതുപോലെ ആവശ്യപ്പെടുമ്പോൾ പിന്തുണ തേടാനും ബന്ധത്തിൽ വിശ്വാസം പുലർത്താനുള്ള മാനസിക ഒരു കഴിവാണ്. ഞാൻ നേരത്തെ ആ കുഞ്ഞിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ ഒരു ബന്ധത്തിൽ വിശ്വാസം പുലർത്താനുള്ള മാനസിക കഴിവിനെയാണ് ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇതൊരു സ്വഭാവം മാത്രമല്ല, ജീവിതത്തിന്റെ ആദ്യ വർഷങ്ങൾ രൂപപ്പെടുന്ന ഒരു മാനസിക മാതൃകയാണ്. ഒരു കുട്ടി, ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ, ഒരു കുട്ടിയുടെ ആദ്യകാലത്തെ രൂപപ്പെടുന്ന ഒരു മാനസിക മാതൃകയാണ്. എവിടെ നിന്നാണ്? കുട്ടിക്കാലം മുതലാണ് അതിനെ അറ്റാച്ച്ഡ് ആയ പേരൻസ് എങ്ങനെയാണോ അതിനെ ഡീൽ ചെയ്യുന്നത്, അവിടെ നിന്നാണ് അതിന്റെ ഒരു മാനസികമായ കാര്യങ്ങൾ വളരുന്നത്. ഇപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ച, ഒരു കുഞ്ഞ് കരയുമ്പോൾ മാതാപിതാക്കൾ സ്ഥിരമായി പ്രതികരിക്കുകയാണെങ്കിൽ കുട്ടിയുടെ തലച്ചോറിൽ എന്താണ് കൊടുക്കുന്ന മെസ്സേജ്? എന്തായിരിക്കും? ഒരു കുട്ടി കരയുമ്പോൾ മാതാപിതാക്കൾ, ഒരു അമ്മയായാലും അച്ഛനായാലും ആരാണോ പ്രൈമറി കെയർ ഗിവർ, അവര് ശരിയായ രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ കുട്ടിക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഞാൻ ഇമ്പോർട്ടന്റ് ആണ്, എന്നെ അവര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ സെക്യൂർ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ്, അല്ലെ? എന്നൊരു വിശ്വാസമാണ് കുട്ടിയുടെ തലച്ചോറിൽ രൂപപ്പെടുന്നത്. സാധാരണ കുട്ടികളെ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മള്, അമ്മ മാറാൻ നേരത്ത് കരയും, അല്ലെങ്കിൽ വേറൊരാൾ എടുക്കാൻ നേരത്ത് കരയും, അല്ലെങ്കിൽ കുട്ടി കുറച്ചു നേരം അമ്മയെ കണ്ടില്ലെങ്കിൽ കരയും, അല്ലെ? ആരാണോ, അമ്മയെന്നല്ല, ആരാണോ പ്രൈമറി കെയർ ഗിവർ അവരെ കണ്ടില്ലേ കരയും, അല്ലെ? ഇതാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വിശ്വാസം. അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ കുട്ടി കരയാൻ നേരത്ത് അത് പ്രൈമറി കെയർ ഗിവർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ കുട്ടിയുടെ ഉള്ളിലുള്ള വിശ്വാസം എന്താണ് വളരുന്നത്? എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കുട്ടി കരയുമ്പോൾ പ്രൈമറി കെയർ ഗിവർ റെസ്പോണ്ട് ചെയ്യുമ്പോൾ കുട്ടിയുടെ വിശ്വാസം വളരുന്നത് ഞാൻ പ്രാധാന്യമാണ്, എന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം. എന്നാൽ കുട്ടി കരയുമ്പോൾ ഒരു പ്രതികരണവും ഇല്ല എങ്കിൽ കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന എന്തായിരിക്കും? വാല്യൂ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എന്നെ റിജക്റ്റ് ചെയ്യുന്നു, ഒരു അവഗണന ഫീൽ ചെയ്യും, ഒരു വിശ്വാസക്കേട്, ഇല്ലേ? എനിക്ക് ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല. നേരത്തെ വന്നു, ചിലപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ അവിടെ തോന്നും. ചിലപ്പം 1-2 പ്രാവശ്യം വന്നു, 3-ാമത് 4-5 പ്രാവശ്യം വരത്തില്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി അവിടെ ഇല്ല, അല്ലെ? കുട്ടിക്ക് അപ്പൊ എന്ത് ചെയ്യും? അവിടെ വളരുന്ന കുട്ടിയുടെ വിശ്വാസം വളരുന്നത് എനിക്ക് ആരെയും അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പം കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല എന്നൊരു അസ്വസ്ഥതയാണ്, അല്ലെ? അതാണ് ആ ഒരു വിശ്വാസം അവിടെ വളരുന്നത്. ഇനി കപ്പിളിൽ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പം ഉദാഹരണം, ഭാര്യ ജോലി സ്ഥലത്ത് ഒരു വിഷമം ഉണ്ടായി, അപ്പം അത് ഭർത്താവിനോട് പറയാൻ ശ്രമിക്കുന്നു. ഇപ്പൊ ഭർത്താവിന്റെ മറുപടി ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ ശാന്തമായി കേട്ടിട്ട്, ഓ നിനക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടായോ, എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്തുവാണ് ഉണ്ടാവുന്നത്? ഒരു ഭാര്യ ജോലി കഴിഞ്ഞു വന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, എന്റെ ജോലിയിൽ ഒന്ന് വിഷമം ഉണ്ടായി, ഇന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന്. ഇപ്പൊ ഭർത്താവ് വളരെ സാവധാനവും, എനിക്ക് മനസ്സിലാവും നിന്റെ വിഷമം എന്തൊക്കെയാണെന്ന് വിശദമായി പറ എന്ന് പറയുമ്പോൾ ആ ഭാര്യയ്ക്ക് എന്താണ് അവിടെ തോന്നുന്നത്? എന്തായിരിക്കും? നിങ്ങൾക്കാണ് എന്തായിരിക്കും തോന്നുന്നത്? ഒരു സുരക്ഷിതത്വം. ഒരു സുരക്ഷിതത്വം, അതെ. എന്നെ കേട്ടല്ലോ, എന്നെ മനസ്സിലാക്കില്ല, എനിക്കൊരു ഇമോഷണൽ സപ്പോർട്ട്, അല്ലെ? എന്നെ കേട്ടിരുന്നല്ലോ എന്നുള്ളൊരു സപ്പോർട്ട്. അതേസമയം ഒരു ചെറിയ സിനാരിയോ, സെയിം സിനാരിയോ, ദെൻ ഡിഫറെന്റ് റെസ്പോൺസ് ആണ്.
ഓ ഈ ചെറിയ കാര്യത്തിനാണ് ഇത്ര വിഷയം, ഇതൊക്കെ ഞാൻ എത്ര കണ്ടേ, ഇതൊന്നും വലിയൊരു സംഭവമല്ല, നീ അതും കള എന്ന് പറയാൻ നേരത്ത് എന്തായിരിക്കും അവിടെ? നമ്മളെ അവോയ്ഡ് ഉം. ചെയ്യണം തോന്നുന്നു. എന്നെ അവോയ്ഡ് ചെയ്യുകയാണ്, എന്നെ വിലമതിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്, ആണോ അല്ലേ? ഈ ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആയിട്ട് നമ്മുടെ തലച്ചോറില് പ്രത്യേകിച്ച് വികാരങ്ങളെ ബന്ധപ്പെട്ട ഭാഗങ്ങളുണ്ട്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മുൻകാല അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇപ്പോഴത്തെ ബന്ധങ്ങളെ നമ്മൾ വിലയിരുത്തുക, അല്ലെ? മുൻകാല അനുഭവങ്ങൾ, അതായത് ചെറുപ്പത്തിലുള്ള പല അനുഭവങ്ങളെ വെച്ചായിരിക്കും ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ നമ്മൾ വിലയിരുത്തുക. ഇപ്പൊ ഒരു ഫാമിലി ലൈഫിൽ കപ്പിൾസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ എന്നെ മനസ്സിലാക്കി, ചിലപ്പം സെക്യൂർ ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ ഞാൻ വരുന്നുണ്ട് സെക്യൂർ റിലേഷൻ അറ്റാച്ച്മെന്റിൽ. അപ്പം അവിടെ എന്താണോ കിട്ടിയത് അതായിരിക്കും ഇവിടെയും ഫോളോ ചെയ്യുന്നത്, അല്ല? അതാണ് ഇവിടെ പറഞ്ഞത്, പഴയകാല മുൻകാല അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോഴത്തെ ബന്ധങ്ങളെ അവർ വിലയിരുത്തുക. അതുകൊണ്ട് ചെറിയ സംഭവങ്ങൾ പോലും പഴയ മുറിവുകളെ ഉണർത്താൻ ഇതിന് കഴിയും. ഓക്കെ, ഇനി ഇത് നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങള് വിവാഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു ഒന്നാമത്തെ, ഒരു കുട്ടിക്കാലത്ത് ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹനാണോ എന്നാണ് ഒരു കുട്ടിക്ക് സ്ഥിരമായ സ്നേഹവും അംഗീകാരം ലഭിച്ചാൽ പിന്നീട് വിവാഹത്തിൽ പങ്കാളിയെ വിശ്വസിക്കാൻ എളുപ്പമാകും, അല്ലെ? കുട്ടിക്കാലത്ത് ഒരു കുട്ടിക്ക് എന്നെ അംഗീകാരവും സ്നേഹവും എല്ലാം കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ അതൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാലും അതിനെ സംശയമില്ലാതെ ആ ഒരു സെക്യൂർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ അവഗണന അല്ലെങ്കിൽ വിമർശനം ഇങ്ങനെയൊക്കെ കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ പ്രായപൂർത്തിയായ ശേഷവും ഇങ്ങനെയുള്ള ഭയം, അല്ലെ? വിവാഹ ജീവിതത്തിൽ കപ്പിൾസിലെ ബന്ധങ്ങളിൽ ഭയവും സംശയവും അകലവും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഉദാഹരണമായി ചെറുപ്പത്തിൽ മാതാപിതാക്കൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നീ ഒരിക്കലും നല്ല കുട്ടിയാവില്ല, അല്ലെ? നിനക്ക് ബുദ്ധിയില്ല, നീ മണ്ടനാണ് എന്നൊക്കെ പറയാൻ നേരത്ത് ഇതെവിടെയാണ്? ആ ഒരു അന്നത്തെ ഒരു ഇമോഷണൽ രീതി അല്ലായിരിക്കും ഇന്ന് ചെയ്യുന്നത്. ചെറുപ്പത്തിൽ അന്ന് വോയിസ് ഇല്ലായിരിക്കും, അല്ലെ? പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇതെല്ലാം നമ്മൾ സപ്രസ് ചെയ്യും. പക്ഷേ ഒരു അഡൽട്ട് ഒക്കെ ആയി കഴിയുമ്പോൾ അതിന്റെ റെസ്പോൺസ് മാറി. ചിലപ്പോൾ അമർഷമായിട്ടായിരിക്കും, ദേഷ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ സാധനങ്ങൾ എറിഞ്ഞുടച്ചായിരിക്കും, ഇങ്ങനെയൊക്കെ രീതികളിലായിരിക്കും ചിലപ്പം എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെ? അപ്പം ചിലപ്പം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഈ പഴയ വികാരങ്ങൾക്ക് ഞാൻ എന്തിനും കൊള്ളില്ല എന്നുള്ള ഫീലിംഗ് കൊണ്ടായിരിക്കും എന്തിനേയും നെഗറ്റീവായിട്ട് എടുക്കാനൊരു മെന്റാലിറ്റി ആർക്ക് ഇവർക്കുണ്ടാവുന്നത്. ചെറിയൊരു നിർദ്ദേശം പോലും, ഇപ്പൊ ഇവൻ ഇങ്ങനെയുള്ള ചെറുപ്പത്തിൽ ദേഷ്യവും അംഗീകാരം കിട്ടാത്ത കടുത്ത വിമർശനം നേരിട്ടൊരു വ്യക്തികളൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഇവൻ ഭർത്താവ് ഭാര്യയോട് പറയുമ്പോൾ ചെറിയ നിർദ്ദേശങ്ങൾ പോലും അവർക്ക് ഒരു വിമർശനമായി, എന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ടും, ഞാൻ കൊള്ളില്ലല്ലോ എന്നൊരു ഫീലിംഗ് ആണ് ചെറുപ്പം മുതൽ ഉള്ളത്. അപ്പൊ ഒരു ഭാര്യയോ അല്ലെ ഭർത്താവോ ഒരു നിർദ്ദേശം പറഞ്ഞാലും ഇവർക്കത് വിമർശനമായിട്ടായിരിക്കാം ഫീൽ ചെയ്യുന്നത്. ഇതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത് ഒരു കോർ ബിലീവ്, അതായത് എന്ന ആശയമായി ബന്ധപ്പെട്ടാണ്. ഞാൻ മതിയായവനല്ല, ഞാൻ കൊള്ളില്ല, എന്നെ ആരും സ്നേഹിക്കില്ല എന്നുള്ള വിശ്വാസമാണ് ഇവർക്ക് പണ്ടേ ഉള്ളത്. അത് വിവാഹ ജീവിതത്തിലേക്കും ആ ഒരു പ്രതിബിംബങ്ങൾ ഇവിടെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. നമുക്കിനി സെക്യൂർ അറ്റാച്ച്മെന്റ് എന്താന്ന് നോക്കാം. ഒന്ന്, സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ബന്ധങ്ങളിൽ വിശ്വാസം ഉള്ളതായ കാര്യമാണ്. ബന്ധങ്ങളിൽ ഒരു വിശ്വാസം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ബന്ധം അവസാനിക്കുന്നില്ല എന്നൊരു ധാരണയാണ്, അല്ലെ? അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം, പക്ഷെ അതെന്നെ ബന്ധങ്ങളിൽ ബാധിക്കാത്ത, എനിക്ക് കൈകാര്യം ചെയ്യാൻ, എനിക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഭയമേ ഇല്ല. എന്റെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ബന്ധങ്ങൾ തീരുവെന്നൊരു ഭയം അവരെ അലട്ടാറേ ഇല്ല. കാരണം അവര് സെക്യൂർ ആണ്. അവർക്ക് ചെറുപ്പം മുതൽ സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് അവരുടെ പേരൻസിൽ നിന്ന്, പ്രൈമറി കെയർ ഗിവറിൽ നിന്ന് കിട്ടിയ ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് യാതൊരു ഭയവും ഇല്ല. അവർ സ്വന്തം വികാരങ്ങൾ തുറന്നു പറയുകയും ചെയ്യും. പങ്കാളികളുടെ വികാരങ്ങളെ കേൾക്കുവാൻ അവർ മുൻഗണന കൊടുക്കുകയും ചെയ്യും. ഇതാണ് സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്.
ഇച്ചിരൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ കംഫർട്ടബിൾ വിത്ത് ക്ലോസ്നെസ്, ഇന്റിമസി. സാർ ഒരു കാര്യം അതായത് ചോദിച്ചോട്ടെ? അപ്പൊ ഈ എന്താ എപ്പോഴും ഇങ്ങനെ ഈ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവർ, അതായത് നിനക്ക് ഇതൊക്കെ ചുമ്മാ തോന്നുന്നു, അതൊക്കെ ലോകത്തുള്ള എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളല്ലേ എന്നുള്ള രീതിയിൽ ഒരാള് സംസാരിക്കുന്നത് എന്തുകൊണ്ട്? അവർക്ക് ചൈൽഡ്ഹുഡിൽ എന്തായിരിക്കും അവർ എക്സ്പീരിയൻസ് ചെയ്തത്? ഒന്നുകൂടെ ഒന്ന് പറയാമോ? അതായത് സാധാരണ ഒരാളിപ്പോ എപ്പോഴും ഇങ്ങനെ പറയാം, അത് ആശ്വസിപ്പിക്കുന്നതിന് പകരം മറ്റൊരാളോട് പറയും ഇതൊക്കെ ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട ഒരു കാര്യമല്ലല്ലോ എന്ന് സാർ പറഞ്ഞല്ലോ. അങ്ങനെ സംസാരിക്കുന്നവര് സത്യത്തിൽ അവരുടെ ചൈൽഡ്ഹുഡിൽ എന്തായിരിക്കും അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുക? ഒന്ന്, ഒരു കാര്യം എന്നത് ചിലപ്പം ഇവൻ ഒരു മെയിൽ പറയുക അത് വലിയ കാര്യമല്ല എന്ന് പറയുന്നത്, പക്ഷെ അവർ ഇമോഷണലി അത് എടുക്കുന്നില്ല. അവർ ഇന്റലക്ച്വലുമായി മേ ബി ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനായിരിക്കാം അവരങ്ങനെ പറയുന്നത്. ഇനി അവരെന്ത് എക്സ്പീരിയൻസ് മേ ബി അവരിലും എന്തെങ്കിലും അവഗണനയോ കാര്യങ്ങളോ ഉണ്ടായത് കൊണ്ടാവാം അവരങ്ങനെയും പറയുന്നത്. മനസ്സിലായി? ഇത് ഞാൻ കുറച്ച് അങ്ങോട്ട് വരുമ്പോഴത് പറയും. ഇത് എല്ലാ കപ്പിൾസിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും അറ്റാച്ച്മെന്റ് സ്റ്റൈലിലുള്ളതല്ല. അത് എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും അറ്റാച്ച്മെന്റ് സ്റ്റൈലല്ല. പക്ഷെ നമ്മളൊരു കപ്പിള് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അവരുടെ ചൈൽഡ്ഹുഡിലെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് ഇച്ചിരി എന്തെങ്കിലും നമുക്കൊരു ക്ലൂവോ കാര്യങ്ങളോ കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങളും ഇതിനെ കണക്ട് ചെയ്ത് വരത്തില്ല. മനസ്സിലായോ? പല ഇഷ്യൂസ് കാണും. ചിലപ്പം സെക്യൂർ ആയിട്ട് വളർന്ന ഒരു കുട്ടിയിലും കപ്പിൾസ് വരുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പം അതെന്താണ് എന്ന് ആരിൽ നിന്നാണ്? അപ്പൊ ഒരു കപ്പിൾ വരുമ്പോൾ നമ്മൾ രണ്ടുപേരുടെയും മാറ്റി നിർത്തി നമ്മൾ ഈ അസസ്മെന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈല് നോക്കാറുണ്ട്. എവിടെയാണ്, ആർക്കാണ്, എന്താണ് എന്നുള്ള ഇഷ്യൂ മനസ്സിലാക്കാൻ വേണ്ടി. മനസ്സിലായോ? ഓക്കെ സാർ. ഹലോ. ഓക്കെ. അപ്പം ഈ സെക്യൂർ അറ്റാച്ച്മെന്റ് രീതിയിലുള്ള ആളുകൾ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനും അവർ ശ്രമിക്കും, അല്ലെ? ട്രസ്റ്റ് അതേഴ്സ് വൈൽ മെയിൻറ്റെയിനിങ് ഇൻഡിപെൻഡൻസ്. വിശ്വാസത്തോടെ ബന്ധങ്ങൾ നിലനിർത്താൻ അവർക്ക് ഇഷ്ടമാണ്. സ്വന്തം വികാരങ്ങളും ആവശ്യങ്ങളും തുറന്നു പറയാൻ കഴിയും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ബന്ധങ്ങള് തകരാതെ നോക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. ഉദാഹരണം നമുക്ക് ഈസി ആയിട്ട് പറയുന്നത്, ഇപ്പം ഹസ്ബൻഡ് പോയി, വൈഫ് വീട്ടിൽ ഇരിക്കുകയാണ്, എന്നും ഇന്നൊരു മിസ് കോള് കണ്ടില്ല എന്ന് പറഞ്ഞാലും ഭയമില്ലാതെ തന്നെ അതിനെ നേരിടാനായിട്ട് സാധിക്കും. എനിക്കിന്ന് മിസ് കോള് എന്നും ചെയ്യുന്ന ഒരാൾ ഇന്ന് മിസ് കോള് ചെയ്തില്ല, എന്നെ വിളിച്ചില്ലെങ്കിൽ നെഗറ്റീവ് ചിന്തയ്ക്ക് മേ ബി തിരക്കായിരിക്കും എന്നൊരു രീതിയിലായിരിക്കും ഈ സെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ളവരുടെ ചിന്താഗതി. അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുവാനും അതിന് പരിഹാരം കാണുവാനും ഇവർക്ക് കഴിയും. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. രണ്ടാമത്തേതാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഉള്ള പങ്കാളികൾക്കുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഉപേക്ഷിക്കുമോ എന്ന ഭയം കൂടുതലായിരിക്കും ഇവർക്ക്. ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ഭീഷണിയായി കാണാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളവർക്ക്. അവർ തുടർച്ചയായി റീഅഷ്വറൻസ്, ഉറപ്പുകൾ തേടും. കൂടുതൽ സമയം ഫോൺ വിളിച്ച് ചോദിക്കും എന്താണ് പ്രശ്നങ്ങൾ. ഫോൺ കിട്ടിയില്ല എന്നുണ്ട്. നേരത്തെ സെക്യൂർ പറഞ്ഞതിന്റെ തൊട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവരെന്ത് ചെയ്യും? മെസ്സേജിന് മറുപടി വൈകിയാൽ പോലും ഇവർ പ്രശ്നങ്ങൾ എന്താണ്, ഇന്ന് വിളിക്കാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ, ഇങ്ങനെയുള്ള ഒരു ആശങ്കയാണ്. എപ്പോഴും ഒരു ഭയമാണ് ഇവർക്ക്, ഒരു ഉറപ്പില്ല. വീണ്ടും ചിലർ ചോദിക്കും എന്നെ ഇഷ്ടമാണോ, എന്നോട് സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിളിക്കാഞ്ഞത്. 100 പ്രാവശ്യം ഇങ്ങനെ ഉറപ്പ് വേണം ഇവർക്ക്. അതായത് ഇവർക്ക് ആങ്ഷ്യസ് ആണ് ഇവരെപ്പോഴും. മേ ബി ഇത് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന പ്രൈമറി കെയറിൽ നിന്നുണ്ടാവുന്ന ആങ്ഷ്യസ് അറ്റാച്ച്മെന്റിൽ നിന്നായിരിക്കാം മേ ബി.
മേ ബി ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പം ഇടയ്ക്ക് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു സപ്പോർട്ടോ ഒരു റെസ്പോൺസോ കിട്ടാത്ത ഒരു കുട്ടിയാണെങ്കിൽ ഇവരിങ്ങനെ ആങ്ഷ്യസ് ആയിരിക്കും. ഇനി ഇപ്പം ഞാൻ അതിന് മറുപടി നേരത്തെ പറഞ്ഞതിന്റെ ഉദാഹരണം തന്നെയാണ്. ഈ ഭാര്യ ഇങ്ങനെ എന്നെ ഫോൺ ചെയ്യാത്തത് എന്നെ സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? ചിലപ്പം ഭർത്താവ് യാഥാർത്ഥ്യം അത് മീറ്റിങ്ങിലോ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അത് ചിന്തിക്കുന്നില്ല. മേ ബി മോർണിംഗ് ഇപ്പോൾ ഞാൻ മീറ്റിങ്ങിലാണ്, ഇന്ന് എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പോലും ഇവരിങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുക, എന്നെ സ്നേഹമില്ലാത്തത് കൊണ്ടാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ പറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഡിഗ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇവരുടെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് എന്ന കാറ്റാസ്ട്രോഫിക് തിങ്കിങ് ആണ്. അതായത് ചെറിയ സംഭവത്തിൽ നിന്ന് ഏറ്റവും മോശമായ സംഭവത്തിലേക്ക് കൊണ്ടെത്തിക്കും ഇവരുടെ ചിന്താഗതി. ഇവരുടെ തലച്ചോറ് സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ഒരു ഭയം എന്നുള്ള രീതിയിലാണ് ഇവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അതായത് അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് ഉള്ള വികാരങ്ങൾ തുറന്നു പറയാൻ ഇവർക്ക് ആ വേർഡിൽ തന്നെ ഉണ്ട്. അവോയ്ഡൻസ് തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണ്. പ്രശ്നങ്ങൾ വന്നാൽ പോലും അവർ സംസാരിക്കുന്നതിന് പകരം അകന്നു നിൽക്കുക, കൂടുതൽ സമയം ജോലികളിൽ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുകയാണ് ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത്. കാരണം അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ്, എന്നോട് മിണ്ടിയാലും എന്നോട് എന്തെങ്കിലും ചെയ്താൽ എനിക്ക് നോ പ്രോബ്ലം എന്നൊരു മെന്റാലിറ്റിയാണ് അല്ലെ. അപ്പം ചെറുപ്പത്തിൽ മുതൽ ഇവർ ഇങ്ങനെയുള്ള വ്യക്തിയെ ചെറുപ്പത്തിൽ ഇവർക്ക് അവോയ്ഡൻസ് നേരിട്ട് കാണും. അവരത് അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ, ഞാൻ എന്റെ വാക്കിന് വില തന്നിട്ടില്ല, ഞാൻ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല, കേൾക്കുന്നില്ല എന്നുള്ള മെന്റാലിറ്റി കൊണ്ടായിരിക്കാം ഇനി ഒരു വഴക്കുണ്ടാക്കണ്ട, പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വന്ന് ഈ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണം, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി. അപ്പൊ ഭാര്യ പറയുന്നു, നമുക്ക് സംസാരിച്ച് തീർക്കാമെന്ന്. അന്നേരം ചിലപ്പോൾ ഭർത്താവ് പറയും, അതേ പറയും ഇപ്പോൾ വേണ്ട എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വഴക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് പുള്ളി. പക്ഷെ ഭാര്യയ്ക്ക് എന്ത് തോന്നുന്നത്, പുള്ളിക്ക് പ്രശ്നം പരിഹരിക്കേണ്ട, എന്നെ അവഗണിച്ചു, ഞാൻ പറയാൻ കേട്ടില്ല എന്നൊരു ഫീലിംഗ് ആണ്. പക്ഷെ അവോയ്ഡൻസ് നേച്ചർ ഉള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ളവർ ചെയ്യുന്നത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, ഞാൻ ഒഴിഞ്ഞു മാറിയേക്കാം എന്നുള്ള രീതിയിലാണ് അല്ലെ. ഇനി അതിന്റെ സൈക്കോളജി ആസ്പെക്ട് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ ചെറുപ്പകാലത്ത് വികാരങ്ങൾ പ്രകടിച്ചപ്പോൾ പിന്തുണ ലഭിക്കാത്ത അനുഭവങ്ങളാണ് ഇവർക്ക് കാരണം. വികാരങ്ങളെ അടിച്ചു വെക്കുന്നതാണ് സുരക്ഷിതം എന്നിവര് പഠിച്ചുപോയി. അങ്ങനെയാണ് ഇവർ ചെറുപ്പത്തിൽ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ സാഹചര്യങ്ങളോട് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയായിട്ട് പോകുന്നത്. അതായത് ഇച്ചിരൂടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും. സ്വന്തം വികാരങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണ് ഇവർക്ക് അല്ലെ. അതുപോലെ തന്നെ ബന്ധം വളരെ അടുക്കുമ്പോൾ അല്പം അകന്നു നിൽക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. സഹായം ചോദിക്കാനോ മറ്റുള്ളവരെ ആശ്രയിക്കാനോ ഇങ്ങനെയുള്ളവര് മടി കാണിക്കുന്ന വ്യക്തികളാണ്. ഇനി അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞ ഫിയർഫുൾ അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് ആണ്. ഇങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അടുത്ത ബന്ധം ആഗ്രഹിക്കുമ്പോൾ അവര് ഭയമാണ്. ഇവര് കൂടുതൽ ആരോടും അടുക്കുവാൻ പ്രയാസമാണ്. കാരണം ഇവൾ അടുക്കും തോറും ഇനി എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഓർത്ത് സ്നേഹിക്കുമ്പോഴും ഇവര് പതുക്കെ കൂടുതൽ സ്നേഹം കിട്ടുമ്പോഴും അകന്നു പോകാൻ, കാരണം വേദനപ്പെടാൻ ഇവർക്ക് താല്പര്യമില്ല. കാരണം പഴയ അനുഭവങ്ങളായിരിക്കാം ചിലപ്പം അല്ല, പഴയ മോശം അനുഭവങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ ട്രോമയോ എന്തെങ്കിലും ഉണ്ടായത് കൊണ്ടാണ് ഇവര് ബന്ധങ്ങളെ കൂടുതലായിട്ട് മുറുകെ പിടിക്കാത്തത്. പതുക്കെ അകന്ന ഒരു അകൽച്ച, ഒരു സ്പേസ് വിട്ടായിരിക്കും ഇവര് സാധാരണ നിൽക്കുക. അതാണ് ഫിയർഫുൾ അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി ഇമോഷണൽ ട്രിഗർ, ബന്ധങ്ങളിലുള്ള ഇമോഷണൽ ട്രിഗർ എന്താണ്? ഓരോ വ്യക്തിക്കും ചില അനുഭവങ്ങളുണ്ട് അല്ലെ. ഓരോ വ്യക്തികളുടെ അനുഭവങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? പഴയ വേദനകളിൽ നിന്നാണ്.
ചില സമയങ്ങളിൽ ആ വേദന ഉണരും. അവയാണ് ഇമോഷണൽ ട്രിഗർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പ്രസന്റിലെ അല്ല, പ്രസന്റിൽ വരുന്ന ഇഷ്യൂ എവിടെ നിന്നാണ് ആ ട്രിഗർ ഉണ്ടാകുന്ന പഴയ കാര്യങ്ങൾ, എന്തെങ്കിലും പ്രസന്റിലെ ട്രിഗർ പഴയ കാര്യങ്ങളെ ആയിരിക്കും കണക്ട് ചെയ്യും. കാരണം ഹീല് ചെയ്യപ്പെടാത്ത കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. മേ ബി അത് ചെറുപ്പത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അതായത് അനുഭവങ്ങൾ, അതായത് മറുപടി റിപ്ലൈ ഇടാൻ വൈകുന്നേരം അവർ പഴയ രീതിയിൽ കണക്ട് ചെയ്യും. വിമർശനം, മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ, എന്നെ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നല്, എന്തെങ്കിലും പ്രോമിസ് പാലിക്കാതെ ഇരിക്കുമ്പോൾ ഒക്കെ ഇവർക്ക് ഇമോഷണൽ ട്രിഗറുകൾ ഉണ്ടാവാനായിട്ട്, കാരണം ഇവർ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും പഴയ ഒരു സംഭവമായിട്ട്. പണ്ട് എനിക്ക് എന്ത് സംഭവിച്ചു അതുപോലെ ആയിരിക്കും ഇത് ഇന്നും സംഭവിക്കുന്നത്, എൻ്റെ പാർട്ട്ണറിൽ നിന്ന് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഫീൽ, എപ്പോഴും ഒരു ഭയമായിരിക്കും ഇവരുടെ മനസ്സിൽ. ഉദാഹരണം, ഭർത്താവ് സംസാരിക്കുമ്പോൾ ഭാര്യ ഫോൺ നോക്കുകയാണെങ്കിൽ ഭാര്യയുടെ ഉള്ളിലുള്ള വികാരം എന്തായിരിക്കും? എന്നെ കേൾക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെ, എന്നെ അവഗണിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. അതെ, ഇതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സംഭവം അല്ല, പക്ഷെ പഴയ അനുഭവങ്ങളുമായി തലച്ചോറ് ബന്ധിപ്പിക്കുന്നുണ്ട്, അല്ലെ. ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. പഴയ അനുഭവങ്ങൾ തലച്ചോറുമായി ബന്ധിപ്പിക്കുമ്പോൾ വികാരങ്ങളുടെ പ്രതികരണം അങ്ങ് ശക്തമാകും. അങ്ങനെയാണ് ഇവർ പഴയ കാര്യങ്ങൾക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടും കപ്പിൾസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടും സാധിക്കുന്നത്. ഇനി ഈ അറ്റാച്ച്മെന്റ് ഹീലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അറ്റാച്ച്മെന്റ് പാറ്റേൺ ജീവിതകാലം മുഴുവൻ മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ സുരക്ഷിതവും വിശ്വാസപൂർണമായ ഒരു പുതിയ അനുഭവങ്ങൾ, അതായത് റിലേഷൻഷിപ്പിലെ പുതിയ അനുഭവങ്ങൾ ക്രമേണ നമുക്ക് ഈ പഴയ ഭയങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും. അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന കപ്പിൾസിനോട് നമ്മൾ ഒരു ഈ ഇൻഡിവിജ്വൽ സെക്ഷനിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്, അതിൽ നിന്നാണ് ഇത് കണ്ടെത്തിക്കഴിഞ്ഞ് അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത് എന്നുള്ളൊരു നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട്, റിവേഴ്സ് ചെയ്യാൻ പറ്റാതെ നമുക്ക് അഡ്രസ്സ് ചെയ്തിട്ട് അവർ ലേൺ ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. തുറന്ന ആശയവിനിമയം, പരസ്പരം കേൾക്കൽ, കുറ്റപ്പെടുത്താതെ വികാരങ്ങളെ പങ്കുവെക്കൽ, ആവശ്യമെങ്കിൽ ദമ്പതികൾ കൗൺസിലിംഗ്, ഇതൊക്കെയാണ് അറ്റാച്ച്മെന്റ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഇപ്പം അതിനൊരു ഉദാഹരണമായി, ഇപ്പം ഭർത്താവ് വൈകി വന്നു, അല്ലെ. അപ്പം ഭാര്യ പറയുന്നു, ഓ നീ വൈകി വരുമ്പോൾ ഞാൻ ഭയങ്കര ഒറ്റപ്പെടലായിട്ട് എനിക്ക് ഫീല് ചെയ്യുന്നു എന്ന്, അല്ലെ. ഇപ്പൊ ഇവൻ ഭർത്താവിന്റെ, നീ ഇവിടെ ഒറ്റപ്പെടാൻ, നിനക്ക് മൊബൈലുണ്ട്, TV ഉണ്ട്, അല്ലെങ്കിൽ നിന്റെ റിലേറ്റീവിനോട് സംസാരിക്കാം എന്നൊക്കെ പറയാം, അല്ലെ. ഇവിടെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കി പറയാം. കാരണം ഞാൻ നിന്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നു, ഞാൻ വളരെ ഒറ്റപ്പെടും, നീയുടെ കൂടെ ചേരുമ്പോൾ എനിക്ക് സന്തോഷമാണ്, സമാധാനമാണ് എന്ന്, അല്ലെങ്കിൽ നീ താമസിക്കുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കണേ എന്നൊക്കെ ഉള്ള മെസ്സേജുകളാണ് ഭാര്യ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഭർത്താവ് അത് കേൾക്കുമ്പോൾ ഭർത്താവിന്, എനിക്ക് മനസ്സിലായി നിന്റെ വികാരം എന്താണെന്ന്, നിന്റെ വിഷമം എന്താണെന്ന്, ഇനി ഞാൻ വൈകുമ്പോൾ ഞാൻ മുൻകൂട്ടി നിന്നെ അറിയിക്കാം, അല്ലെ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ പ്രശ്നം വികാരത്തെ ശരിയായ രീതി മനസ്സിലാക്കിയാണ് സംസാരിക്കുക. അങ്ങനെ ഞാൻ സുരക്ഷിതമാണെന്നുള്ളൊരു ഫീലിംഗ് ആണ് വൈഫിന് കിട്ടുന്നത്, അല്ലേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തിരിച്ചു പറയുമ്പോൾ അതിനിപ്പോ എല്ലാരും ഒറ്റയ്ക്കല്ലേ, എല്ലാരും ഇതൊക്കെ ഇല്ലേ, ഇവിടെ ജീവിച്ചാൽ ഇങ്ങനെയൊക്കെയാണ്, നിനക്ക് സമയം കളയാൻ ലൈബ്രറി പോ, അല്ലെങ്കിൽ ബുക്ക് വായിര്, അല്ലെങ്കിൽ TV കാണുക, ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം അത് എന്തർത്ഥത്തിലാണോ പറഞ്ഞത് അതേ അർത്ഥം ഉൾക്കൊണ്ട് അതേ ഒരു മെസ്സേജ് കൊടുക്കുമ്പോഴാണ് അവിടെ ഭാര്യയ്ക്ക്, ഞാൻ പോയാലും പുള്ളി താമസിച്ചാലും എനിക്ക് പേടിക്കേണ്ടയില്ല, തിരിച്ചു വരും, ഞാൻ സെക്യൂർ ആണ് എന്നുള്ളൊരു, സുരക്ഷിതമാണെന്നുള്ളൊരു ബോധം ഉണ്ടാവുന്നത്. സ്ഥിരമായ പോസിറ്റീവ് അനുഭവങ്ങൾ തലച്ചോറിൽ അതായത് സ്ഥിരമായി പോസിറ്റീവായിട്ട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ന്യൂ റിലേഷണൽ ലേണിംഗ് ആണ് അവിടെ രൂപപ്പെടുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ തൊട്ട് അറ്റാച്ച്മെന്റ് ഹീലിംഗ് എന്ന് പറയുന്നത്, ആർക്കെങ്കിലും അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള നിരന്തരമായ പോസിറ്റീവ് അനുഭവങ്ങൾ കൊടുക്കുമ്പോൾ ന്യൂ റിലേഷണൽ ലേണിംഗ് രൂപപ്പെടുന്നുണ്ട്. അതിലൂടെ
നമ്മുടെ ഉള്ളിലുള്ള ഭയം, ആശങ്ക ഇതൊക്കെ പതുക്കെ പതുക്കെ ക്രമേണ കുറയാനായിട്ട് സാധിക്കും. ഇനി മാം നേരത്തെ ചോദിച്ചതിന്റെ കൂട്ട് തന്നെ നമ്മുടെ വിവാഹത്തിലെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും അറ്റാച്ച്മെന്റ് പ്രശ്നങ്ങളല്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഒരേ തരത്തിലുള്ള വഴക്കുകൾ ആവർത്തിക്കുകയോ ഉപേക്ഷിക്കപ്പെടുന്നുള്ള ഒരു ഭയം, വികാരങ്ങളിൽ നിന്നും അകന്നു നിൽക്കൽ, അല്ലെങ്കിൽ നിരന്തര ഉറപ്പുകൾ തേടൽ പോലുള്ള രീതി കാണുമ്പോൾ അത് അറ്റാച്ച്മെന്റ് പാറ്റേൺ പ്രധാന ഘടകമായിരിക്കും. അല്ലെ? ഞാൻ ഒന്നുകൂടെ പറയാം, എല്ലാ പ്രശ്നങ്ങളും വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ കപ്പിൾസിനും എല്ലാ പ്രശ്നങ്ങളും അറ്റാച്ച്മെന്റ് പ്രശ്നങ്ങളൊന്നും അല്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട നിരന്തരമായുള്ള ആവർത്തിച്ചുള്ള വഴക്കുകൾ, ഉപേക്ഷിക്കപ്പെടുന്നുള്ള ഭയം, വികാരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൽ, അല്ലെങ്കിൽ നിരന്തരം ഉറപ്പ്, റീഅഷുറൻസ് തേടുന്ന രീതിയിൽ കാണുമ്പോൾ ഇതൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഇത് അറ്റാച്ച്മെന്റ് പാറ്റേണിന്റെ ഒരു ഘടകമാണ്. ഒരു ആരോഗ്യപരമായ ഒരു വിവാഹം വളരാൻ ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ആണ് ഇമോഷണൽ സേഫ്റ്റി, 2 ട്രസ്റ്റ്, 3 ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, എമ്പതി, മ്യൂച്വൽ റെസ്പെക്ട്. ഇത്രയാണ് വിവാഹ ജീവിതത്തിലെ ഒരു ആരോഗ്യകരമായ ഒരു ഘടന ഉണ്ടാവേണ്ടത്. ഇന്ന് ഞാൻ 4 കാര്യങ്ങളാണ്, അറ്റാച്ച്മെന്റ് ചലഞ്ചസ് ആണ്, കപ്പിൾസിലുള്ള അറ്റാച്ച്മെന്റ് ചലഞ്ചസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് അറ്റാച്ച്മെന്റ് സ്റ്റൈല്, റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് സെക്യൂർ, ആങ്ഷ്യസ്, അവോയ്ഡൻസ് ആൻഡ് ഫിയർഫുൾ അവോയ്ഡൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. 4 പോയിന്റിനെ കുറിച്ച്. ഇനി അവസാനമായി ഒരു വാക്കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ്. വിവാഹത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം പലപ്പോഴും പങ്കാളിയല്ല, മനസ്സിലാക്കാതെ പോയ വികാരങ്ങളും സുഖപ്പെടാതെ കിടക്കുന്ന പഴയ അനുഭവങ്ങളുമാണ്. താങ്ക് യു. Good morning, sir. Thank you, sir. Hello. sir. Abhi sir പോയാ? അഭി സാർ ക്ലാസ് കഴിഞ്ഞിട്ട് പോയോ? സാറിനെ കാണുന്നില്ലല്ലോ. ഉണ്ടാവില്ല. വെയിറ്റ് ചെയ്യാൻ നോക്കണം. സാർ വന്നിട്ടുണ്ട്. സാർ വന്നിട്ടുണ്ട്. അഭി സാർ ഇടക്കിടക്ക് മൂങ്ങുന്നുണ്ടല്ലേ? ഇന്ന് എന്താ പറ്റി അഭി സാർ വീഡിയോ ഓൺ ആക്കിയിട്ടില്ലല്ലോ? സാർ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ആക്ച്വലി ഞാൻ ജോലിയിലാണ്. അപ്പം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ്. മൾട്ടി ടാസ്കിംഗ് ആണ് ഇപ്പൊ ചെയ്തോണ്ടിരുന്നല്ലേ? എന്ത് മൾട്ടി ടാസ്ക് ആയിരുന്നു. നല്ല സെഷൻ ആയിരുന്നു. ഒരുപാട് കപ്പിൾസിലുള്ള കുറച്ച് കാര്യങ്ങളെ അല്ലേ ഈ സാറ് പറഞ്ഞത് എല്ലാം ഈ ഒരു ഇതില് കൂട്ടാൻ പറ്റില്ല നമുക്ക്. ഈ അറ്റാച്ച്മെന്റ് പാറ്റേണിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇതില് ലാസ്റ്റ് കുറെ ഇത് പറഞ്ഞില്ലായിരുന്ന എമ്പതി കാര്യങ്ങള്, ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മള് പരസ്പരം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഓക്കെയാണ്. ഞാൻ പറയുമ്പോളേ നമ്മള് കുറച്ചൊക്കെ അവരെ മനസ്സിൽ ഇതിൽ ഇപ്പൊ പറഞ്ഞല്ലോ അവോയ്ഡൻസ് വരും. ഇതൊക്കെ നമുക്ക് മുന്നിൽ ഉണ്ടാവാൻ മുൻപേ കഴിഞ്ഞു പോയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ ഇവരെ ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ഇവരെയും കാണുന്നത്. നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരുമ്പോ മൊത്തത്തില് കയ്യിൽ നിന്ന് പോയിട്ട് ഇവരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് മൊത്തം ഇതാവും. അപ്പൊ അവരെ
മറ്റേ ചെറിയ കുട്ടികൾ ചില കളിപ്പാട്ടങ്ങൾ പോയി കിടന്നാൽ പ്രശ്നം ഉണ്ടാക്കുന്ന അതേ ഫീൽ ആയിരിക്കുള്ളൂ അവർക്ക്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓടി വന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മളെ അടുത്ത് തന്നെ ഉണ്ടാവുള്ളൂ. നമ്മളപ്പോ ആ കുട്ടികളുടെ ആ ഒരു കളിപ്പാട്ടല്ലേ എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്ത് കളയാതെ അവരുടെ എല്ലാ വിഷമങ്ങളും ഫീലിങ്സും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു എമ്പത്തറ്റിക് ഫീലിൽ തന്നെ നമ്മളും എടുത്തു കഴിഞ്ഞാൽ അവരും കുറച്ചും കൂടെ ഹാപ്പി ആവും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് അവരെ കെയർ ചെയ്ത് പോകാനും പറ്റും. നമ്മള് അവരെ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫീൽ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അറ്റ്ലീസ്റ്റ് അങ്ങനെ ആക്ടെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോവാന്നാണ് എൻ്റെ ഒരു തോട്ട്. ഞാൻ ഈ അല്ലേ സാർ? പറഞ്ഞത് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞത് നമ്മൾ കപ്പിളിലൊക്കെ വരുമ്പോൾ ചില ഇഷ്യൂസ് ഒക്കെ കാണും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു അസസ്മെന്റ് ആണ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ചെറുപ്പത്തിൽ എന്തായിരുന്നു അവര്, എവിടെ നിന്നാണ് ഈ ഫീലിങ്ങും എല്ലായ്പ്പോഴും ഈ ഭയവും സംശയവും കാര്യങ്ങളും ഉണ്ടാവുന്നത് എന്ന ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് കപ്പിൾ തെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ചിലവരിപ്പം എല്ലാം റെഡിയാണ്, ചിലപ്പം സംശയമാണ്, ഭർത്താവ് നല്ലതാണ് അല്ലെ ഭാര്യ നല്ലതാണ്, യാതൊരു പ്രശ്നമില്ല, പക്ഷെ വെളിയിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ കുടുംബജീവിതത്തിലെ ചില കാര്യം സംശയമാണ്. ഇപ്പം 10 പ്രാവശ്യം ഒരു കാര്യം എനിക്കറിയാം എൻ്റെ ഭർത്താവ് ചെയ്യും അല്ലെ എൻ്റെ ഭാര്യ ചെയ്യുമോ എന്ന് അവർക്ക് ഉറപ്പുണ്ട്, എങ്കിലും ഇവർക്ക് സംശയമാണ്. ഇപ്പം ചെയ്തു എന്നാ ഇനിയും ചെയ്യുമെന്ന് ആർക്കറിയാം, ഇനി ഏത് നിമിഷവും മാറാമല്ലോ എന്നുള്ളൊരു തോട്ടായിരിക്കും ഇങ്ങനെയുള്ളവർക്കുണ്ട്. പക്ഷെ സെക്യൂർ ആയിട്ടുള്ളവർക്ക് ഭയമില്ല ഉള്ളില്. കാരണം അവർ ചെറുപ്പത്തിൽ മേ ബി ചെറുപ്പത്തിലുള്ള ഒരു പ്രശ്നങ്ങളായിരിക്കും. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ അതിന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോഴും അതിന്റെ കരച്ചിൽ അംഗീകരിക്കാതിരിക്കുമ്പോഴും ഉണ്ടല്ലോ ചിലപ്പം മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രൈമറി കെയർ ഞാൻ പറഞ്ഞ പോലെ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും. ചിലപ്പം 2 പിള്ളേരുണ്ടായിരിക്കും, ചിലപ്പോൾ ഒന്നിനെ കരയാൻ നേരത്ത് അതിന് കൃത്യമായ റെസ്പോൺസ് കിട്ടാത്ത ഒരു ഫീലിംഗ് ആയിരിക്കും. ഇവിടെ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളാണ്. മനസ്സിലായോ? ആ അവഗണനയും ആ സെക്യൂർ ഫീലിംഗ് ഇല്ലാത്തതും ആങ്ഷ്യസ് ആവുന്നതും അവോയ്ഡൻസ് ആവുന്നതും ചിലപ്പോൾ എന്ത് ചെയ്യും, കുട്ടി അങ്ങ് അക്സെപ്റ്റ് ചെയ്യുമോ, ഞാൻ കരഞ്ഞാലും എന്നെ ആരും എടുക്കാനില്ല. ആക്ച്വലി അത് കരഞ്ഞങ്ങ് തന്നെ നിർത്തും, എന്നിട്ട് അതങ്ങ് ശീലമാവും. എനിക്ക് കൃത്യമായിട്ട് റെസ്പോൺസ് ഉണ്ട്, അപ്പൊ ഞാൻ പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്ന ഈ ഒരു മെസ്സേജ് പതുക്കെ 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 ഇവരുടെ തലച്ചോറിലേക്ക് പോകും. പതുക്കെ ഇത് വളരുന്നതൊപ്പം തന്നെ ഒരു അഡൽട്ട് ആവുമ്പോഴും എല്ലാം ഇത് അവർ കൊണ്ടുപോകും. അതാ ഞാൻ പറഞ്ഞത്, ഇത് ആക്ച്വലി ഇറ്റ്സ് കം ഫ്രം ഏർലി ചൈൽഡ്ഹുഡ് എന്നുള്ള കാര്യം. അത് ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈല് വന്നിട്ട് ചെറുപ്പം മുതൽ ഉണ്ടാവുന്നതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നല്ലൊരു കപ്പിൾ ആയാൽ ഈ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിൽ ബാധിക്കും. അപ്പൊ ഞാൻ സിറ്റുവേഷനിലാണെങ്കിൽ നോ പ്രോബ്ലം, നമുക്കത് പറഞ്ഞ് ഇങ്ങനെ അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്, അതിന് ഇച്ചിരി ടൈം എടുക്കും. അത് അവരെ കൊണ്ട് എന്തുകൊണ്ടാണ്, എവിടെ നിന്ന് വരുന്നു, അപ്പൊ നമ്മൾ ചിലപ്പം അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് സംസാരിക്കും കൗൺസിലിംഗിൽ. ചെറുപ്പത്തിൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എവിടെ നിന്നാണ് വരുന്നത് എന്ന്. ഓക്കെ സാർ. ഓക്കെ നല്ല അടിപൊളി സെഷൻ. സാറ് താങ്ക് യു സാർ. സാറേ, ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ 8 കുട്ടികളുണ്ടായിരുന്നേ. ഞങ്ങള് 8 പേരുണ്ടായിരുന്നു, സഹോദരങ്ങള്. അപ്പോഴ് പ്രത്യേകമായിട്ട് ആരെയും അങ്ങനെ കെയർ ചെയ്യാൻ അച്ഛനമ്മയ്ക്ക് പറ്റാഞ്ഞിട്ടാണോ എന്താണോ ഞങ്ങൾക്ക് അങ്ങനെ വലിയ കെയർ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒരു 6ാം ക്ലാസ് ആ ലെവലിൽ തുടങ്ങി നമ്മുടെ പഠിത്തത്തിൽ അവര് ഒരു ഇത് കാണിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഉത്സാഹം ഉണ്ടാവാറുണ്ട്. എന്താന്ന് വെച്ചാൽ ക്ലാസ്സിൽ ജയിച്ചു വരുമ്പോഴും അവര് അങ്ങനെയല്ല, എന്നാലും ഇവള് പഠിക്കും, ഇവള് പഠിച്ചോളും എന്ന് പറയുമ്പോ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വളർന്നു വന്ന ഒരു ജീവിതത്തിൽ ഇപ്പം നമ്മുടെ കുടുംബം ആയപ്പോഴാണെങ്കിലും ഞാൻ അങ്ങനെ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് അന്ന് അത്രേ കിട്ടിയുള്ളൂ, അതുകൊണ്ടായിരിക്കണം എന്ന് വിചാരിക്കണം. പക്ഷെ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ല കേട്ടോ. കുട്ടികൾ 2 പേരുണ്ടായിട്ട് ഉണ്ട്. അവരെ വേണ്ട രീതിയിൽ കെയർ ചെയ്താണ് വളർത്തിയത്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ, ഇത് മനസ്സിലാക്കാൻ പറ്റിയല്ല. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സാർ. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. 4 തരത്തിലുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് സാർ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. സെക്യൂർ അറ്റാച്ച്മെന്റ്, ആൻഷ്യസ് അറ്റാച്ച്മെന്റ്, അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് ആൻഡ് ഫിയർഫുൾ അറ്റാച്ച്മെന്റ്. സെക്യൂർ അറ്റാച്ച്മെന്റ് പറയുന്നത് അതായത് ഒരു വിശ്വാസം, അതായത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ
നമ്മളെ വാല്യൂ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, നമ്മൾ സുരക്ഷിതമാണെന്നുള്ള ഒരു എന്തെങ്കിലും വഴക്കുണ്ടായ അല്ലെങ്കിൽ ഓൺലൈനിൽ കുറെ നേരം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമെന്നൊക്കെ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ചിന്തകളിൽ നിന്നൊക്കെ വരുന്ന ഒരു ആൻഷ്യസ് അറ്റാച്ച്മെന്റ്. പിന്നെ അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിപ്പോകും. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാണ്ട് വഴക്കൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി, അതാണ് ഈ അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ്. പിന്നെ ഫിയർഫുൾ അറ്റാച്ച്മെന്റ്. ഫിയർഫുൾ അറ്റാച്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അടുക്കുന്തോറും എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അകന്നു പോകുന്ന ഒരു ഇത്. അത് എന്തെങ്കിലും നമ്മളെ ചെറുപ്പത്തിലുള്ള ട്രോമ എന്തെങ്കിലും നിന്നൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ സാറ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് കുട്ടിക്കാലത്ത് മുതൽ ഈ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ അറ്റാച്ച്മെന്റ് സ്റ്റൈല് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു മാം. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് 4 കാര്യങ്ങളാണ് വേണ്ടത് സാർ ലാസ്റ്റിൽ പറഞ്ഞു. എംപതി, ട്രസ്റ്റ്, മ്യൂച്വൽ റെസ്പെക്ട്, പിന്നെന്തായിരുന്നു സാർ? ഹലോ, ഇമോഷണൽ സോറി ഞാൻ മ്യൂട്ടായി. ഇമോഷണൽ സേഫ്റ്റി, ട്രസ്റ്റ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, എംപതി, മ്യൂച്വൽ റെസ്പെക്ട്. ഓക്കെ സാർ, താങ്ക് യു. വെൽക്കം. Happy morning, sir. ഗുഡ് മോർണിംഗ്. സർ ഡ്യൂട്ടീന്റെ പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയേണ്ട. കുറെ സമയം ക്ലാസ് എടുക്കാൻ സാർ പറഞ്ഞായിരുന്നു. ഇതിപ്പോ ഓണാക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ രീതി പറഞ്ഞു ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോ ഡ്യൂട്ടിക്ക് ഇവിടെ നമുക്ക് ജോലി സമയമാണ് ഇവിടെ. അപ്പൊ ഞാന് ഇടയ്ക്ക് വെച്ച് കേറിയതാണ്. എന്നാ പിന്നെ പിന്നീട് ഇവിടെ സംസാരിക്കാം. വൈകുന്നേരം ആയതുകൊണ്ട് ഫ്രീ ടൈമിൽ സംസാരിക്കാം. ജോലി എന്ന് പറയുന്നത് ഒരു തടസ്സമാകാൻ പാടില്ല ഒരിക്കലും. അപ്പൊ സാറിന് നല്ല റിസർച്ച് ലെവൽ റിയൽ നോളജ് ആണ്. ഇപ്പം എനിക്കിത് എന്ന് പറയേണ്ട കുറച്ച് ഞാനിങ്ങനെ ഒരു പഠനങ്ങൾ നടത്തുന്നുണ്ട്, അതിന് അത്യാവശ്യമാണ്. പിന്നീട് സംസാരിക്കാം സാർ. ഓക്കെ, താങ്ക് യു. മെനി താങ്ക്സ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ സാർ? മാം, താങ്ക് യു സോ മച്ച്. എന്നെ കേട്ടിരുന്നതിനും മോർണിംഗ് സർക്കിളിൽ എല്ലാവരും നല്ല എഫേർട്ട് എടുത്ത് വന്നതിനും താങ്ക് യു. താങ്ക് യു സജന മാം. ഹാപ്പി മോർണിംഗ് സർ. സാറിന് ഇടയ്ക്ക് നെറ്റ് ഇഷ്യൂ എന്തോ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം വരുന്നു. താങ്ക് യു. ഹാപ്പി മോർണിംഗ് സജന മാഡം. താങ്ക് യു സാർ. താങ്ക് യു.